വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബ്. അപ്പോൾ ഇന്ന് ഞാൻ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്യാരറ്റ് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെങ്ങനെയാണ് റേറ്റ് ഇടുന്നതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്തുള്ള. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ആദ്യം തന്നെ ക്യാരറ്റ് പുഡിങ് കണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1 ലിറ്റർ പാലിലേക്ക് വലിയ 4 ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് അതിൻ്റെ നെകക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണിത്. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്കാണെങ്കിൽ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 ക്യാരറ്റാണ് എടുക്കാറുള്ളത്. ഇത് 2 പാക്കറ്റ് പാലായതുകൊണ്ട് 4 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രേയിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ ഒരു ട്രേനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രേ എവിടെ നിന്നാണ് വാങ്ങിയത്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് അളവ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേ ഞാൻ പാത്രക്കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാൻ വയനാട്ടിലാണ്, കൽപ്പറ്റ വയനാട് മെറ്റൽസ് എന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 13.5 ഇഞ്ച് നീളവും 10.5 ഇഞ്ച് വീതിയുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് ട്രേ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി എപ്പോഴും നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചൈന ഗ്രാസ് കുതിർത്ത് വെക്കലാണ് കേട്ടോ. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 പാക്കറ്റ് പാല്. അതിലേക്ക് ഞാനിവിടെ 23 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും സെയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കൂട്ടിയിട്ടാണ് ചൈന ഗ്രാസ് എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത്രയും കൂട്ടിയെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും ആവശ്യമില്ല. നമ്മൾ പുഡിങ് സെയിൽ ചെയ്യുകയാണെങ്കിൽ 1/2 ലിറ്റർ പാലിന് 10 മുതൽ 12 ഗ്രാം ചൈന ഗ്രാസ് വരെ എടുക്കും കേട്ടോ. അപ്പം ഞാൻ 23 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ, നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ പുഡിങ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്യാരറ്റ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുക്കണം കേട്ടോ, അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ക്യാരറ്റ് മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിത് കുറച്ച് മധുരം നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ക്യാരറ്റിന് ഒരു ഒട്ടൽ വരും കേട്ടോ, അങ്ങനെ കട്ടയായിട്ട് നിൽക്കും. അപ്പം 1 മീഡിയം സൈസിലുള്ള ക്യാരറ്റിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി കേട്ടോ. അപ്പോൾ ഇത് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതുപോലെ ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൽ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഈ 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാൽ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. അതെന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കേണ്ട ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. മിൽക്ക് മെയ്ഡിന് പകരം ഞാനിവിടെ മിത്തായി മേറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് മിൽക്ക് മെയ്ഡിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മിത്തായി മേറ്റ് ചേർക്കുന്ന സമയത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കാറുള്ളത്. ഇനിയിപ്പം നമ്മളിത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം.
എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ഷുഗറൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അടി പിടിച്ചു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ഒരു പുഡിങ് നിങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്തത് മുഴുവനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചൈന ഗ്രാസിൻ്റെ അളവ് കുറക്കും ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ ഒരു പാലിൻ്റെ മിക്സ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ഈ ഒരു ചൈന ഗ്രാസും കൂടിയും വെച്ച് കൊടുക്കണം കേട്ടോ. ഒരേ സമയം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കേട്ടോ. ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു പാലിൻ്റെ മിക്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ചിലവർ പറയുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമല്ലേ പുഡിങ് എന്ന്. ആണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു പുഡിങ്. ഇനി പാല് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പാല് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും കേട്ടോ. ചിലവർ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്ന കാണാം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പുഡിങ് നമുക്ക് സെറ്റായി കിട്ടില്ലേ, അത് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ നമുക്ക്. അതുകൊണ്ട് ചൈന ഗ്രാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മെൽറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. പാലും നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകുക എന്നുള്ളത്. പാല് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് 2-3 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പാല് തിളക്കുന്ന സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴും പാല് പിരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ പാൽ അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരത്തെ ആ ഒരു ക്യാരറ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പുഡിങ്ങിലേക്ക് ചേർക്കേണ്ട ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പൾപ്പ് നേരത്തെ അരച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ ചിലപ്പോൾ ഒന്ന് കട്ടിയായി വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതൊരു ടിപ്പാണ്. അപ്പം ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ അതിലേക്ക് മിക്സ് ആക്കി ആയിക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കുറച്ച് കട്ടിയോടെ തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ എവിടെയായിട്ട് കട്ട കെട്ടി കിടക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് മിക്സ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പൾപ്പുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാലും ചൈന ഗ്രാസും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നല്ലവണ്ണം ചൂടായിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളിത് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരാണെങ്കിൽ പാലും ചൈന ഗ്രാസും മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ പൾപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുഡിങ് സെറ്റ് ആവുമോ എന്നുള്ളത്. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒക്കെ നല്ലോണം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആയിക്കോളും. അപ്പം ഞാനിവിടെ പാലിൻ്റെയും ആ ഒരു ചൈന ഗ്രാസിൻ്റെയൊക്കെ മിക്സ് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് ആ ഒരു പൾപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുക്കുക
എടുക്കുക കേട്ടോ. നേരത്തെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു ചൈന ഗ്രാസിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ട്രേയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ആ ഒരു ബബിൾസൊക്കെ അല്ലേ, അതൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് വരണം കേട്ടോ. അപ്പം നമ്മളിതിൽ ചൈന ഗ്രാസ് ചേർത്തിട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് തന്നെ സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ജലാറ്റിൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം മാത്രമേ സെറ്റ് ആവുകയുള്ളൂ കേട്ടോ. അപ്പം ജലാറ്റിനും ചൈന ഗ്രാസും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുപോലെ ചൈന ഗ്രാസും ജലാറ്റിനും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതാ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പുഡിങ്ങിലേക്ക് ഒന്നങ്ങ് പ്രസ്സായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നട്ട്സും കാര്യങ്ങളും മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചൈന ഗ്രാസിന് പകരം ജലാറ്റിൻ ചേർത്തിട്ട് ചെയ്തുകൂടെ എന്ന്. ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ശരിക്കും നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. ഇനി ജലാറ്റിൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1/2 ലിറ്റർ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ പൾപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൂട്ട്സിൻ്റെ പൾപ്പൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ 1/2 ലിറ്റർ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നേരത്തെ ചൈന ഗ്രാസ് എടുക്കുന്നത് 23 ഗ്രാം ചൈന ഗ്രാസ് എടുത്തെന്ന് പറയുമ്പം ഒരുപാട് പേർക്കുള്ള സംശയമാണ്, അത്രയും ആവശ്യമുണ്ടോ, അത് കൂടുതലല്ലേ എന്നുള്ളത്. പക്ഷേ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ അത്രയും എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ക്രീമി ടെക്സ്ചറിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കുറച്ചെടുക്കുക ചൈന ഗ്രാസ്. അതുകൊണ്ട് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ചൈന ഗ്രാസ് കൂടുതലായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ചൈന ഗ്രാസ് നമ്മൾ എപ്പോഴും ഏകദേശം 15 മിനിറ്റെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം മെൽറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഇളനീരിൻ്റെ പുഡിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 2 പുഡിങ്ങിനാണ് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 ട്രേ ക്യാരറ്റ് പുഡിങ്ങിനും 1 ട്രേ ഇളനീർ പുഡിങ്ങിനുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇളനീർ പുഡിങ്ങും ഏകദേശം നമ്മൾ ഈ ഒരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയ അതേ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു ഇളനീർ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതും സെയിൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നേരത്തെ പാല് പിരിഞ്ഞു പോകുന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന പാൽ എപ്പോഴും ഫ്രഷ് പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുളിയുള്ള ഫ്രൂട്ട്സിൻ്റെ പൾപ്പൊക്കെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ചൈന ഗ്രാസും പാലും കൂടി മിക്സാക്കി അതൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ചൂട് കുറച്ച് കുറയുമ്പോൾ മാത്രം നമ്മൾ ആ ഒരു പൾപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മാംഗോ, സ്ട്രോബെറി, പൈനാപ്പിൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പാലൊക്കെ ചൂടായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ പൾപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പുളി ഉള്ളതുകൊണ്ട് ഈ ഒരു പാല് പിരിഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഉടനെയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇളനീർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഇളനീർ വേണമെന്നുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് കാമ്പുള്ള ഇളനീരാണെങ്കിൽ ഒറ്റ മതി കേട്ടോ. ഇനി കാമ്പ് കുറവുള്ളതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കുക. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഉണ്ടാക്കുന്ന പുഡിങ് ഏകദേശം 30 മുതൽ 35 ആൾക്കാർക്ക് വരെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഉണ്ടാക്കുന്ന ഓരോ ഫ്ലേവർ പുഡിങ്ങിനും ഓരോരോ റേറ്റാണ് കേട്ടോ. അപ്പോൾ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇളനീരിൻ്റെ പുഡിങ്ങിന് ഞാൻ വാങ്ങുന്നത് 850 രൂപയാണ് ഈ ഒരു ട്രേക്ക്. അതുപോലെ തന്നെ ക്യാരറ്റ് പുഡിങ്ങിന് 700 രൂപയാണ് കേട്ടോ വാങ്ങാറുള്ളത്.
ഓരോ സ്ഥലത്തും റേറ്റിൽ വ്യത്യാസം വരാം കേട്ടോ. അങ്ങനെ വിലയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കുന്ന പുഡിങ്ങിലെ ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് പുഡിങ്ങിന് എങ്ങനെയാണ് റേറ്റ് ഇടുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ഇടുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ നമുക്ക് ചിലവായിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 200 രൂപയും കൂടെ ആഡ് ചെയ്യൂ കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യാറുള്ളത്. ചിലവർ കൂടുതലായിരിക്കും വാങ്ങാറുള്ളത്, ചിലവർ ഇതിലും കുറവായിരിക്കും വാങ്ങാറുള്ളത്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു റേറ്റ് ഇടാറുള്ളത്. അപ്പോൾ പുഡിങ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്തായാലും ഫ്ലോപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പുഡിങ് എന്ന് മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ അതിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ എന്തായാലും കുറച്ച് ടൈം പിടിക്കും കേട്ടോ. ചിലവർ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് അവിടെ നിർത്തിയിട്ട് പോകും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഓരോ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് നല്ലവണ്ണം പെർഫെക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആവും. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോൾട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.